സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടെ ആയിരത്തിലധികം ഗാനങ്ങൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ഓണാട്ടുകരയുടെ പ്രിയ സംഗീത സംവിധായകൻ ഡോക്ടർ ബിജു അനന്തകൃഷ്ണന് സംഗീത പ്രേമികളുടെയും നാടിന്റെയും അന്ത്യാഞ്ജലി. ഉതുടിക്കുന്നു വെള്ള ചുണക്കുട്ടൻ കാളകൾ കുളമ്പടി ശബ്ദം കേൾക്കുന്നു ദൂരെ, സോദര കൂട്ടുകാരും ഒത്തുയാത്ര ചെയ്തു ലക്ഷ്യത്തിലെന്നും വില്ലു വണ്ടി നിർത്തുന്നു. അനുഗ്രഹീത കലാകാരൻ ബിജു കൃത്യാടിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര പൊതുശ്മശാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കിടക്കുകയാണെങ്കിലും മരിക്കാത്ത ഒരു വ്യക്തിയെ പോലെ. ബിജുചേട്ടനായിട്ട് എനിക്ക് ഏകദേശം ഒരു 25ഓളം വർഷത്തെ പരിചയമുണ്ട്. ഒരു പരിചയം മാത്രമല്ല, ഒരു ആത്മബന്ധമാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുറേയേറെ വർക്കുകൾ എനിക്ക് പാടാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർക്കപ്പുറത്ത് നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. കാരണം എന്നെ കൊണ്ടൊക്കെ പാടിപ്പിച്ചിട്ടുള്ള അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടാണ്. കാരണം ഈ സംഗീതം പഠിച്ചിട്ടില്ലാത്ത എന്നെ വളരെ കൂളായിട്ട് പാടിപ്പിക്കുകയും എപ്പോഴും ചിരിച്ച് ഭയങ്കര ആസ്വദിച്ച് ഒരു പാട്ടുകാരനെ ഭയങ്കര റിലാക്സ് ചെയ്യിപ്പിച്ച് പാടുന്നൊരു മനുഷ്യൻ കൂടിയാണ്. എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ളൊരു മനുഷ്യനാണ് ബിജുചേട്ടൻ. ഒരുപാട് ഓർമ്മകളുണ്ട് പറയാൻ ബിജുചേട്ടനെ കുറിച്ച്. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന, എൻ്റെ ലൈഫിൽ ഇങ്ങനെ 24 hours ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും ഫുൾ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ പാടുമ്പോൾ ഭയങ്കര നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കര കൂളാക്കിയാണ് അദ്ദേഹം പാടിപ്പിക്കാറുള്ളത്. അത്ര വലിയൊരു മനുഷ്യനാണ് ബിജുചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വളരെയധികം ദുഃഖമുണ്ട്. ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആകാശരൂപികളെ താരാപഥങ്ങളെ വിൺമേഘരൂപികളെ താരാപഥങ്ങളെ അശോഭാവിധി യാത്രാപഥങ്ങളിൽ എന്നാത്മനാഥനെ കണ്ടോ, നിങ്ങളെന്നെ സുനാഥനെ കണ്ടോ. ബിജു അനന്തകൃഷ്ണനെ ഞാൻ ഓർമ്മിക്കുന്നത് ഈ പാട്ടിലൂടെയാണ്. ഈ വരികൾ എഴുതി ഞാൻ ആദ്യമായിട്ട് വരികൾ എഴുതി എൻ്റെ മനസ്സിൽ ഈണം ഉണ്ടായിരുന്നു. സംഗീതജ്ഞനെന്നോ സംഗീതമെന്നോ പറയാൻ പറ്റില്ല, മനസ്സിലൊരു ഈണം ഉണ്ടായിരുന്നു. ആ ഈണത്തിനനുസരിച്ച് ഈ വരികൾ എഴുതി വളരെ അനന്തകൃഷ്ണൻ്റെ അടുത്ത് ഞാൻ വന്നു. ബിജു വന്നു ഓച്ചിറ സ്റ്റുഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തി. അപ്പോൾ അവർക്കൊക്കെ എന്നെ നേരത്തെ അറിയുമായിരുന്നു. ബിജുവൊക്കെ ഒരുപാട് സ്നേഹവാത്സല്യ ആദരങ്ങളോടുകൂടിയാണ് എന്നെ പെരുമാറുകയും സ്വീകരിക്കുകയും ചെയ്തത്. അപ്പം സംഗീതത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ എനിക്ക് വളരെ പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതെല്ലാം വളരെ മനോഹരമാക്കി വളരെ സന്തോഷകരമായ രീതിയിൽ ആ പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വളരെ മനോഹരമാക്കി. പിന്നെ അനന്തകൃഷ്ണനായിട്ട് ബിജുവായിട്ട് കുറച്ച് പാട്ടുകൾ, മഹിളകളിൽ മഹാഭാഗ്യവതി, അതൊരു സ്പീഡ് പാട്ടാണ്. മഹിളകളിൽ മഹാഭാഗ്യവതി ഒരു പ്രദർശനത്തിൽ ഒരു ഘോഷയാത്ര, അതിൻ്റെ സെറ്റപ്പിൽ നന്നായിട്ട് ചെയ്തു. അങ്ങനെ 2-3-4 പാട്ടുകൾ. പിന്നെ ഒരു സ്കൂളിൻ്റെ ഒരു പാട്ട്, കുറച്ച് പാട്ടുകൾ ഞാൻ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ നകന്നു പോയി. വീണ്ടും കണ്ടുമുട്ടണമെന്ന് വിചാരിച്ചു. വീണ്ടും പ്രോഗ്രാമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത്, സിനിമയുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ അനുഭവങ്ങളിൽ പരിമിതിയുള്ള സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റു മേഖലകളിലേക്ക് എന്നാൽ കഴിയുന്ന മറ്റ് സുഹൃത്തുക്കളൊക്കെ എന്നെ അറിയാവുന്നവർക്കറിയാം. എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെ കുറേ പേരെയൊക്കെ വഴിതെളിച്ചു കൊടുക്കാനുള്ള ഈശ്വരൻ ഒരു നൽകിയിട്ടുണ്ട്. ബിജു അനന്തകൃഷ്ണൻ സത്യത്തിൽ നമുക്ക് ഭയങ്കര ദുഃഖമാണ്. ഗോഡ് ഫാദറും അവസരങ്ങളും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് അക്രമങ്ങൾക്കൂടെ ആ ബന്ധനങ്ങളിലൊക്കെ ഒന്നും പെടാകാതെ അദ്ദേഹം സംഗീതത്തിൽ സമ്പൂർണ്ണമായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നെങ്കിൽ, ഗോഡ് ഫാദർമാരുണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും അതായത് എന്താ പറയുന്നത്, എല്ലാ വിവേചനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉന്നതനായൊരു കലാകാരനായി ലോകത്തിൽ ഭാരതത്തിന് അഭിമാനമായി രവീന്ദ്രൻ മാഷിനെ പോലുള്ള അതേപോലെ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള
ആ വഴികളിലൂടെയൊക്കെ ഉജ്ജ്വലനായ ഒരു സംഗീതജ്ഞനായി കലാകാരനായി അറിയപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈശ്വരൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആകാശം കാണുമ്പോഴൊക്കെ ഇനി ആ സ്നേഹവീതികളിൽ അഭിമുഖം നിങ്ങൾ കാണുമ്പോൾ വാത്സല്യമൊഴികൾ ചൊല്ലുമ്പോൾ താഴെ ഈ ഭൂമിയിൽ പാവമിദാസന്റെ സ്നേഹാന്വേഷണമറിയിക്കണേ, എന്റെ ആത്മാരാധന അറിയിക്കണേ. ബിജുവും എന്റെ സങ്കല്പമാണ്. ആകാശപഥങ്ങളിൽ, ആ താരാപഥങ്ങളിൽ ദൈവസംഗീതജ്ഞന്മാരുമായിട്ടൊക്കെ അവർ മേഘജാലങ്ങൾ കൂടെ ഈശ്വരനുമായിട്ട് യേശുവായിട്ടൊക്കെ സംസാരിക്കുകയും ആ സംസാരത്തിൽ ഞാനിപ്പോഴും പറയാം, അങ്ങോട്ട് എനിക്ക് പറയാമല്ലോ എൻ്റെ സ്നേഹാന്വേഷണം കൂടി അറിയിക്കാൻ. യേശുവിനൊരു സ്നേഹാന്വേഷണം എന്ന ആ പാട്ടിൽ ഇപ്പോഴും ഞാൻ ആകാശത്തേക്ക് നോക്കി പറയുക, ബിജുവിനും ഞാൻ എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു. ഓർമ്മകളിൽ എന്നും അതുണ്ടായിരിക്കും. ഒത്തിരി ഒത്തിരി സഹോദരങ്ങളെ സമ്പാദിച്ച കലാകാരനാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒത്തിരി കണ്ണുനീരുടെ ഉള്ളിലൊതുക്കി വെച്ചേക്കുന്ന, എപ്പോഴെങ്കിലും ഓർമ്മകളിൽ ആകാശച്ചെരിവിൽ പെയ്യാൻ കാത്തു കിടക്കുന്ന കാർമേഘങ്ങളെ പോലെ ആ സ്നേഹസ്മരണകൾ എൻ്റെയും കണ്ണു നിറയ്ക്കും. ഞാൻ ഗായിക ശുഭ രഘുനാഥ്. എന്നെ റെക്കോർഡിംഗ് മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ നൽകിയ ഗുരുനാഥനാണ് ശ്രീ ബിജു അനന്തകൃഷ്ണൻ ചേട്ടൻ. ഓണാട്ടുകരയുടെ വലിയ സംഗീത പ്രതിഭയ്ക്ക് എൻ്റെ ആത്മപ്രണാമം. എനിക്കെന്നല്ല, ഒരുപാട് ഗായകർക്ക് ഇഷ്ടംപോലെ നല്ല അവസരങ്ങൾ നേടിക്കൊടുത്ത വളരെ സ്നേഹനിധിയായിട്ടുള്ള മഹാപ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംഗീതത്തിനൊരു തീരാ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ കലാകാരന്മാരും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും പ്രണാമം അർപ്പിക്കുവാനും എല്ലാം ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. എന്നും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കരുനാപ്പള്ളി ശ്രീരാഗ് സ്റ്റുഡിയോയിൽ എനിക്ക് ആദ്യമായി പാടാൻ അവസരം തന്ന എൻ്റെ വലിയ ഗുരുനാഥൻ, അതുപോലെ ഒരുപാട് പേർക്ക് അവസരം നൽകിയ മഹാപ്രതിഭ, ആ സംഗീത സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ ആരോഗ്യം കഴിയാതെ വന്നു. എങ്കിലും ആ സംഗീതം ഒരിക്കലും നിലയ്ക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹം സംഗീതം ചെയ്ത പാട്ടുകളും എല്ലാം ജനമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു.